നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4.5 വയസ്സുകാരിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്കത് പറയാൻ പോലും അറയ്ക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരമ്മ സ്വന്തം മകളെ എറിഞ്ഞ് കൊല്ലുന്നു എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു വന്നതെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കൊച്ചിൻ്റെ ഈ മരണസമയത്ത് മരിച്ച സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സമയത്ത് വാവിട്ട് കരഞ്ഞിട്ടുള്ള ഒരാൾ, അതായത് അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ഒരു വർഷത്തിലധികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെങ്കിൽ ഇന്നിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പറയുന്ന പ്രതിയുടെ കൂടുതൽ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് ഈ പോലീസ് ഇയാളെ പരിശോധിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ആദ്യമൊന്നും ഇയാൾ പിടികൊടുക്കുന്നില്ല. ഒരുപാട് ചോദ്യം ചെയ്ത് വന്നപ്പോൾ, തെളിവുകൾ നിരത്തി ഒരു ചോദ്യം ചെയ്യൽ വന്നപ്പോൾ ഇയാൾ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. അതും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അബദ്ധം പറ്റിപ്പോയി സാറേ എന്ന് നിലവിളിച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇയാളൊരു ലൈംഗിക വൈകൃതത്തിന് അടിമയായുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഇയാളുടെ ഫോൺ നിറയെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തി. ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന തലത്തിൽ വരെ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വീട്ടിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ അമ്മയ്ക്ക്, കുട്ടിയുടെ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് കുറച്ച് പേര് പറയുന്നു, ഇല്ല എന്ന് കുറച്ച് പേര് പറയുന്നു. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ. മാത്രമല്ല ഈ മെമ്പറൊക്കെ ഇടപെട്ട് ഇവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുടുംബ വഴക്ക്, അപ്പോൾ കുട്ടികളുമായിട്ട് മിക്കപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ഈ കുട്ടിയുടെ അമ്മ. അങ്ങനെ ആകെ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുതലെടുപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞു കുട്ടിയോട്, 4 വയസ്സുള്ള വെറും പിഞ്ചു കുഞ്ഞിനോട് അതിൻ്റെ പിതാവിൻ്റെ സഹോദരൻ മുതലെടുപ്പ് നടത്തുകയായിരുന്നു. അക്ഷരത്തിൽ ലൈംഗിക ചൂഷണം നടത്തുകയായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നല്ലോ. അപ്പോൾ അത്തരത്തിലൊരു മുതലെടുപ്പ് തന്നെയാണ് അയാൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞതുപോലെ, അതായത് സംഭവം പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ അമ്മയുടെ മൊഴി തന്നെയാണ് സഹോദരനിലേക്ക് എത്തിയതെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം സഹോദരനിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം 3 ബന്ധുക്കളെയായിരുന്നു വിളിച്ചു വരുത്തിയിരുന്നത്. ആദ്യത്തെ 2 ബന്ധുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പോലീസിന് കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇവർ 2 പേരെയും അവിടെ നിന്ന് വിട്ടയച്ചു. പിന്നീട് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള സഹോദരനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാകുന്നത്. ആ സമയത്ത് ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് പറ്റിപ്പോയി സാറേ എന്ന് കരഞ്ഞു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു. ഇവിടെ ഇയാൾ ഈ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, വെറും 4.5 വയസ്സുള്ള ഒരു കൊച്ചിന് അതിൻ്റെ സ്വകാര്യ ഭാഗത്ത് രക്തസ്രവവും മുറിവുകളും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെന്ത് പറ്റിപ്പോകലാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതൊന്നും പറ്റിപ്പോകലൊന്നുമല്ല, പ്രത്യേകിച്ച് ഇയാൾക്ക് വിവരമില്ലാത്തതുമല്ല, വിവരം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് കുറച്ചൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൂടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ വിഷയത്തിൽ ഈ അമ്മ കൊലപ്പെടുത്തി, അതുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ അമ്മയെ പോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ സംരക്ഷണം, എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും നൽകേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ. ആ അച്ഛൻ്റെ സഹോദരനാണ് സ്വന്തം വീട്ടിൽ വെച്ച് ഈ കുഞ്ഞിനെ 1 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത് എന്ന് പറയുമ്പോൾ വലിയൊരു വീഴ്ച അച്ഛൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, തുടക്കം മുതൽ തന്നെ ഈ അച്ഛൻ പ്രധാനമായിട്ടും ഈ അമ്മയെയും അമ്മയുടെ സഹോദരിയെയും കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള നിരവധി ആരോപണങ്ങളും മൊഴികളും സംശയങ്ങളും ഒക്കെയാണ് നൽകിക്കൊണ്ടിരുന്നത്. അതെന്തിനാണ് എന്നുള്ളൊരു സംശയം കൂടെ ഈ ഒരു കേസിലുണ്ട്. അതായത് സ്വന്തം സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ ഈ അച്ഛൻ ബലി കൊടുത്തോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നമുക്ക് ഇത് തുടക്കം മുതൽ തന്നെ അച്ഛൻ ഈ അതായത് ഭാര്യയുടെ വീട്ടുകാരെ, അമ്മയ്ക്ക് പങ്കുണ്ട്, ഭാര്യയുടെ അമ്മയ്ക്ക് പങ്കുണ്ട്, ഭാര്യയുടെ സഹോദരിക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞ് തൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണ്, തൻ്റെ ഭാഗത്ത് നിന്നുള്ളവരും കുറ്റക്കാരാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞത്. സഹോദരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി, അതായത് ഭാര്യയെയും ഭാര്യയുടെ സഹോദരിയെയും ഒക്കെ അഴിക്കുള്ളിലാക്കി കഴിഞ്ഞാൽ തന്റെ സഹോദരൻ സേഫ് ആയേക്കാം എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് പോയിട്ടുണ്ടോ എന്നതൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ടതാണ്. അത് മാത്രമല്ല, ഈ ഒരു കേസിൽ ഈ ഒരു അമ്മയുടെ നിലപാട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തുടക്കം മുതൽ ഇപ്പോൾ വരെ ആ അമ്മ വ്യക്തമായിട്ട് പറഞ്ഞു
പറഞ്ഞിട്ടില്ല താൻ എന്തിന് ഈ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അടിസ്ഥാനത്തിലൊക്കെ അന്വേഷിച്ചിട്ട് ആ കൊച്ച് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയെന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമെങ്കിലും ആ അമ്മ പറഞ്ഞിട്ടല്ല, അതായത് ഞാൻ എൻ്റെ മകളെ കൊന്നത് ഈ കാരണം കൊണ്ടാണ് എന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അമ്മയുടെ ആ ഒരു നിലപാട് എന്തിനായിരുന്നു എന്നതൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇപ്പം തൻ്റെ മകളെ പീഡനത്തിനിരയായി ഇനി അവൾക്കൊരു ജീവിതമില്ല എന്ന് തെറ്റിദ്ധരിച്ച് ആ കൊച്ചിനെ കൊന്നതായിരിക്കാം എന്നത് ഒരു വശത്തുണ്ട്. മറുവശത്ത് മകള് മരിച്ചാലും കുഴപ്പമില്ല, തനിക്ക് വേറെ ഒരു ജീവിതം ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുള്ള തീരുമാനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം സാധാരണഗതിയിൽ അമ്മമാര് കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ സർവ്വസാധാരണമായിട്ടൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യം ഉണ്ടാവുകയില്ല. വളർത്താൻ സാഹചര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന് മുന്നിലൊക്കെ കൊണ്ടിടുന്നതല്ലാതെ ഇങ്ങനെ കൊന്നു കളയാൻ, അതും ഒന്ന് ആലോചിച്ച് നോക്ക്, 4.5 വർഷം കൊണ്ട് നടന്ന കൊച്ചിനെയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ആ ഒരു അമ്മ കൊന്നുകളഞ്ഞത്. അപ്പം അത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കൊന്നു കളയാൻ കഴിയില്ല എന്ന് യോജിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് മുന്നിൽ ഈ റീസെന്റ് ആയിട്ടുള്ള 2-3 ഉദാഹരണങ്ങളാണ്. ജിസ്മോള് സ്വന്തം മക്കളെയും കൊണ്ടാണ് മരണത്തിലോട്ട് പോയത്. ഷൈനി സ്വന്തം മക്കളെയും കൊണ്ടാണ്, അമ്മയാണ്, രണ്ടുപേരും അമ്മ. പക്ഷെ അതിലൊക്കെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആ അമ്മ മക്കളെയും കൊണ്ട് മരിക്കുമ്പം അവർക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനമുണ്ട്. അതായത് മക്കൾക്കൊപ്പം ഞാനും മരിക്കുകയാണ്, ആ മക്കൾക്ക് ഞാനില്ലാത്ത ലോകത്ത് മക്കൾ വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് ന്യായീകരിക്കുകയല്ല. എന്നാൽ പോലും അവർ അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആത്മഹത്യ ചെയ്യുമ്പോൾ, മക്കളെ ഒത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇനി ഈ ലോകത്ത് മക്കളും ഇല്ല ഞാനും ഇല്ല എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇപ്പം ഈ കൊച്ചിനെ കൊന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പം സാധാരണഗതിയിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ശവസംസ്കാരം ഒക്കെ നടത്തി അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് നിത്യശാന്തി നേടുക എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമൊക്കെ പൊതുവെ കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെ ആരോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും റേപ്പോ ഇവരും ഒരു ഇരയാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പേടിച്ചിട്ടോ ഭയന്നിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ ഈ കൊച്ചിനെ കൊന്ന് ഇനി ആ കൊച്ച് സ്വാഭാവികമായിട്ട് ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്താൽ എന്താ ചെയ്യുക, ശവസംസ്കാരം ചെയ്യും. അപ്പോൾ ആ അമ്മയ്ക്ക് നേരിട്ട് കാണാൻ സാധിക്കും, അതായത് തൻ്റെ കുഞ്ഞിന് നിത്യശാന്തി ഞാൻ നേടിക്കൊടുത്തു. അതിനുശേഷം ഒരു ആത്മഹത്യ എന്നതാണ് ഈ സ്ത്രീ ചിന്തിച്ചത് എന്നതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ആരൊക്കെയോ ചേർന്നുകൊണ്ട് ഈ കൊച്ചിനെയും ഇവരെയും ഒക്കെ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതിരിക്കുന്നു. അത് അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, പക്ഷെ അതിന്റെ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന കേരളത്തിലാകുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കേസുകൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ വളരെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു കേസിലുള്ളത്. പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന ചോദ്യം തന്നെയാണ്. ഈ ഒരു പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ? അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ഇയാൾ കുറേ ഒരു വർഷത്തോളം പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചില്ല എന്നൊരു ചോദ്യമൊക്കെ അമ്മ നേരിടേണ്ടി വരും. അപ്പോൾ എന്തായാലും അമ്മയിൽ നിന്ന് അറിയേണ്ടത് ഇത് അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പോലീസിന് ഈ സഹായിച്ചത്, അതായത് ഇയാളാണ് പ്രതി എന്ന് ഫൈൻഡ് ചെയ്യാൻ ഏറ്റവും അവസാനമായിട്ട് സഹായിച്ചത് ഈ പറയുന്ന പ്രതിയുടെ മൊഴിയാണ്, അതായത് അമ്മയുടെ മൊഴിയാണ്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം തൻ്റെ മകൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തൻ്റെ കുഞ്ഞിന് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു അമ്മയുടെ ഉദ്ദേശമെങ്കിൽ അമ്മ ആദ്യം ചെയ്യുന്നത് നിയമത്തിന്റെ മുന്നിലേക്ക് പോകുക, അല്ലെങ്കിൽ ഈ പ്രതിയെ, ഈ പറയുന്ന സഹോദരനെ, പിന്നെ ഭർത്താവിന്റെ സഹോദരനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സംശയം. നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അടി വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു കൊച്ചാണ്. ആ ഒരു കൊച്ചിന്റെ കൊച്ചു മാത്രമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ഘടകം, ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അതിനു വേണ്ടിയുള്ള ഒരു നടപടിയൊന്നും എടുക്കാതെ എന്തിന് ഇത്രയും കാലം ആ ഒരു അമ്മയും അച്ഛനും മൗനം പാലിച്ചു എന്നതാണ് ഏറ്റവും വലിയ സംശയം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ മറ്റെന്തോ വലിയ കാര്യം മറച്ചു വെക്കാൻ വേണ്ടി അവരിതൊക്കെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. പക്ഷെ
തെളിവുകൾ ഓരോന്നോരോന്ന് പുറത്തു വരുമ്പോൾ അവർക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ നമ്മൾ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാണ്, എൻ്റെ അനിയൻ്റെ ഫോണിൽ കുട്ടിയുടെ ദേഹത്ത് ചില പാടുകളുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, കുടുംബ പ്രശ്നം ആകുമെന്ന് കരുതിയിട്ട് അവൻ എന്നെ കാണിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ അനിയനാണ് ഇപ്പോൾ ഇത് കാര്യം ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അച്ഛനും ഒരു പിടി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഇതിനെപ്പറ്റി ആരും അറിഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു. അത് ഈ പറയുന്നത് പോലെ പിടി ഉണ്ടായിരുന്നില്ല എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് മേ ബി അയാൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹിന്റ് ഇട്ട് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഫോട്ടോ, ആ ഒരു കൊച്ചിന്റെ സാധാരണ ഒരു ഫോട്ടോ ആ ഫോണിലുണ്ട് എന്നല്ല അയാൾ പറയുന്നത്. അതായത് സ്വന്തം മകളുടെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ തന്റെ സഹോദരന്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേഹത്തൊരു പാടുള്ള ഫോട്ടോയാണ്. അതാ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ ശരിക്കും തീർത്ത് പറയാൻ കഴിയില്ലല്ലോ എന്താണ് സംഭവിച്ചത്, ആ പിതാവിന് ഇതിനെ പറ്റി അറിവുണ്ടായിരുന്നു എന്നൊക്കെ ഓരോ ചോദ്യങ്ങളാണ്. അമ്മയ്ക്ക് അറിയാമായിരുന്നു, അച്ഛൻ അറിയാമായിരുന്നു, ചോദ്യങ്ങളായിട്ട് മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്, വ്യക്തത വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയതാട്ടോ. അപ്പം ഞാൻ അങ്ങനെ തെളിവുകൾ ഉണ്ടെന്നൊന്നും പറയില്ലെങ്കിൽ പോലും അയാൾക്ക് എന്തൊക്കെയോ അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പം നോർമലി മക്കളെക്കാൾ വലുതാണോ സഹോദരന്മാരെന്നൊക്കെ ചോദിച്ചാൽ പലർക്കും പല രീതിയിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഒരു കേസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുഞ്ഞിനേക്കാൾ വില തൻ്റെ സഹോദരന് കൊടുത്ത് സഹോദരനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയൊക്കെയാണ് ഇവിടെ നടന്നത് എന്നതടക്കമുള്ള ഒരു സംശയം എനിക്കുണ്ട്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ നോക്കാം. സോഷ്യൽ മീഡിയ എന്താണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 4 വയസ്സിൽ പീഡനം, കൂടാതെ വെള്ളത്തിൽ മുങ്ങി മരണം, എന്തൊക്കെ സഹിക്കണം. ഈ കുഞ്ഞു പ്രായത്തിലാണ് ഈ കുട്ടി ഇത്രയും സഹിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ച് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. കുഞ്ഞിനെ ഓർത്ത് എല്ലാ അമ്മമാരും മാത്രമല്ല അച്ഛന്മാരും ഒക്കെ വേദനിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ പെൺമക്കളുള്ള വീട്ടിൽ ഒരിക്കലും ഒരു ബന്ധുക്കളെയും അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവർക്ക് ബന്ധുക്കൾക്ക് ഒരു അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഇവിടെ ഇപ്പോൾ അമിത സ്വാതന്ത്ര്യം എന്നതിലുപരി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു ചൂഷണം, മുതലെടുപ്പ്, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പിന്നെ എല്ലാ അമ്മമാരും അപ്പന്മാരും സൂക്ഷിച്ചോ, സ്വന്തം കുഞ്ഞിനെ എത്രയൊക്കെ അടുത്ത ബന്ധമാണെങ്കിലും ഒറ്റയ്ക്ക് ആരുടെയും കൂടെയും വിടരുത്, മടിയിലിരിക്കാനോ തൊടാനോ പോലും വിട്ടേക്കരുത്, പ്രായമായവരെ പോലും വിശ്വസിക്കരുത്, കഴുകന്മാരുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക എന്നൊരു കമന്റും പറയുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞ് ഇത്രയും ക്രൂരതകൾ നേരിടുന്നത്, അത് രാവിലെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ പീഡനം ഉണ്ടാകുമ്പോൾ പറയുന്നത് വസ്ത്രദാനത്തിന്റെ പ്രശ്നമാണ്, രാത്രിയിൽ ഇറങ്ങിപ്പോയിട്ടാണ്. ഇവിടെ ഈ കുട്ടി എന്ത് തരത്തിലുള്ള വസ്ത്രദാനം, അത് മാത്രമല്ല ഇപ്പൊ നോർമലി നമ്മൾ ഈ റേപ്പ് കേസൊക്കെ കേരളത്തിൽ വർദ്ധിച്ചു വന്ന സമയത്ത് പ്രധാനമായിട്ടും ഇതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 6-7 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടികൾക്കുണ്ട്. വെറും 4.5 വയസ്സുള്ള ഒരു കൊച്ചിനെ എന്ത് പറഞ്ഞിട്ടാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതടക്കമാണ് ഇപ്പം വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം. ഈ പറയുന്ന പാരന്റിങ് എന്ന് പറയുന്നത് മക്കളെ നോക്കാൻ കഴിയില്ല എങ്കിൽ അവരെ നോക്കുന്നവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൃത്യമായിട്ട് കുട്ടികളെ നോക്കാതെ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം കരയുകയോ അല്ലെങ്കിൽ മക്കളെയൊക്കെ കൊല്ലുകയോ ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. നമുക്ക് പൊതുവേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പം അമ്മ ഇങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയും, നോക്ക് അവരെ അച്ഛൻ കൊന്നു, ഇങ്ങനെ അടിയായി എന്നൊക്കെ പറയും. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് ഒരു കൊച്ചിന് ജീവൻ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആർക്കും ഇല്ല. അതിനെയാണ് ഇവിടെ പറയാനുള്ളതും. ഇപ്പം നോക്കാൻ കഴിയില്ലെങ്കിൽ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവരെയൊക്കെ ഏൽപ്പിക്കുക. അല്ലാതെ അവരുടെ ജീവൻ എടുത്ത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കൊച്ച് അത് ഒരിക്കലും അല്ലെങ്കിൽ അത് എനിക്ക് പറ്റിയത് മോശമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൊച്ച് പീഡനത്തിനിരയായി എന്നത് അപമാനമായി കൊണ്ടുനടന്ന് ആ കുഞ്ഞിനെ, അതായത് തെറ്റ് ചെയ്യാത്ത കുട്ടിയെ തന്നെ കൊല്ലുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുമാത്രം മോശമാണ്. നമുക്ക്
ഇവിടെ പറയാനുള്ളത് പാരന്റിങ്ങിനെ കുറിച്ച് മാത്രമാണ്. ഓരോ ദമ്പതികളും ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരടക്കം തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അതെങ്ങനെ വളർന്നു വരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനപ്പുറം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അത് അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതും ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ ഒരു രക്ഷിതാവിൻ്റെ ഒരു പ്രതികരണമാണ്. ഒരു പെൺകുഞ്ഞാണ്, എനിക്ക് 8 മാസമായുള്ളൂ പെൺകുഞ്ഞിന്, എന്നിട്ടും ചങ്കിന് വേദനയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ. നിയമം ഒന്ന് മാറിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പോലെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും ഇവിടെ നിയമവും നമ്മുടെ നാട്ടിലെ നിയമം അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇവനെയും ഇനി ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റ് അല്ലെങ്കിൽ തീറ്റി വളർത്തിയെടുക്കുക, ഒരു പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഏതുവരെ ശിക്ഷ കിട്ടുമെന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിയമത്തിൽ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവർത്തിക്കുമ്പോൾ പലപ്പോഴും ആരോപണം മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആകണം, അല്ലെങ്കിൽ കുറച്ചുകൂടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശിക്ഷ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ നാൾക്കേ ഇങ്ങനെ ഒരു ആരോപണം, അതായത് നിയമം ഒരു പ്രതികൂട്ടി നിൽക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടും അതിന് പിന്നാലെ ഒരു സ്ട്രോങ് നിയമം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പതിവ് പല്ലവിയാണ്, ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ എത്രയോ തവണ പറയുന്നു, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ആരെ കുറ്റക്കാരനാക്കാനാണ്, അല്ലെങ്കിൽ എന്ത് പറയാനാണ്? ആ 4 വയസ്സായ കുട്ടിക്ക് എന്തറിയാം? ഇപ്പോൾ മുതിർന്നവരാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായതെങ്കിൽ നമുക്ക് മുതിർന്നവർ സൂക്ഷിക്കണം, സ്വന്തമായിട്ട് സൂക്ഷിക്കണം എന്നൊരു. പക്ഷെ 4 വയസ്സായ കുട്ടിയെ ആ കുട്ടിയെ സൂക്ഷിക്കേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കളായിരുന്നു. പക്ഷെ അവർക്ക് ഈ കാര്യത്തിൽ വീഴ്ച പറ്റി. എന്തായാലും നടക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് അമ്മയുടെ പ്രതികരണം. ഈ ഒരു പുതിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടിട്ട് അമ്മയുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ കിട്ടും.